ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ. ഡോക്ടർ വിഷ്ണുപ്രിയ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, തിങ്കൾ മുതൽ ശനി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ. ബുക്കിംഗ് നമ്പർ 8547024222. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, ഓട്ടുപാറ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തുന്ന പാലിയേറ്റീവ് രോഗികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ്. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. പാലിയേറ്റീവ് രോഗികളോട് അധികൃതർ കാണിക്കുന്ന അവഗണന VCV പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് വിഷയത്തിൽ കോൺഗ്രസ് ഇടപെട്ടത്. 2012 മുതൽ ഞാൻ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടുന്ന് താഴെയാണ് ഈ മരുന്നൊക്കെ തന്നിരുന്നത്. ഡോക്ടറെ കാണാൻ, മരുന്ന് വാങ്ങിക്കുക, പോവുക, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിലായിട്ട് ഇങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം താഴെ പോയിട്ട് OP പോയിട്ട് നമ്മൾ OP രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് ആ ബുക്കായിട്ട് ഇവിടെ വന്ന് ഇവിടെ ഡോക്ടറെ കണ്ട് പിന്നെ മരുന്ന് വാങ്ങിച്ച് ഈ മരുന്ന് മുഴുവൻ ഇവിടെ ഇല്ലെങ്കിൽ വീണ്ടും താഴെ പോകണം. ഈ താഴെ പോയിട്ട് അവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. OP ടിക്കറ്റ് ഇപ്പോൾ അവിടെ നിന്ന് തന്നെ നിലനിന്ന് OP എഴുതണം. ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ട് ഇവിടെ എല്ലാ മരുന്നുണ്ടായിക്കോളണമെന്നില്ല. അപ്പോൾ ഇല്ലാത്ത മരുന്നിന് വേണ്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം. പിന്നെ അവിടുന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. എല്ലാം ഒരു സ്ഥലത്തേക്ക് ആക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല, നമുക്ക് വാങ്ങി പോവാം. ഇത് 2-3 സ്ഥലത്തായിട്ട് ഇത് നടത്തുന്നത് നല്ല ഇതല്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇതിലൊക്കെ ഞാൻ കാണുന്നത്. ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് അധികൃതരുടെ വക ദുരിതമുണ്ടാക്കുന്നതായി കോൺഗ്രസ് ആരോപിച്ചു. OP ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 300 മീറ്റർ കയറ്റം കയറി നടന്ന് DEICയുടെ ഐസൊലേഷൻ വാർഡിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സെന്ററിലേക്ക് പോകണം. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാൻ വീണ്ടും ഫാർമസിയിലേക്ക് എത്തണം. വാങ്ങിയ മരുന്ന് ഡോക്ടറെ കാണിച്ച് ഉറപ്പുവരുത്താൻ വീണ്ടും പോകണം. ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവരും മാരകമായ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടവരുമായ പാവപ്പെട്ട രോഗികളെയാണ് ഇത്തരത്തിൽ ദുരിതത്തിലാഴ്ത്തുന്നത്. നിലവിൽ 6ാമത്തെ തവണയാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ സെന്റർ മാറ്റുന്നത്. കഴിഞ്ഞ മെയ് 15 മുതലാണ് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയത്. 300-ലധികം രോഗികളാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ OP ടിക്കറ്റ് എടുക്കുന്നത് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ OP കൗണ്ടറിലും, അതുപോലെ തന്നെ രോഗികൾ അവിടെ നിന്ന് 300 മീറ്ററോളം, അതായത് കാറ്റാണ്, അറിയാലോ, TB റോഡ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്, എല്ലാവർക്കും വണ്ടി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ 50 രൂപ 100 രൂപ കൊടുത്തിട്ടാണ് അവർ ഇവിടെ വരുന്നത്. അതിനുശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം വീണ്ടും മരുന്നുകൾ വാങ്ങുന്നതിനുണ്ട്. ഇവിടെ നിന്ന് എല്ലാ മരുന്നുകൾ കിട്ടുന്ന സൗകര്യമില്ല. മരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും താഴേക്ക് പോവുകയും പിന്നെ ആ മരുന്ന് വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഡോക്ടർമാർ പറയുന്നുണ്ട് ആ മരുന്ന് ഞങ്ങളെ കാണിക്കണം എന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ ആ മരുന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ആശുപത്രിയിലേക്ക് ഈ പാലിയേറ്റീവ് കെയർ സെൻ്ററിലേക്ക് വരുന്ന രോഗികൾ അവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്. മെയ് 15 മുതലാണ് ഇപ്പോൾ ഇവിടെ ഈ സൗകര്യം തുടങ്ങിയെന്ന് പറയുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MH ഷാനവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ്, ജയൻ മംഗലം, KK അബൂബക്കർ, നന്ദ്യാരത്ത് ഗോപാലകൃഷ്ണൻ എന്നിവർ ആശുപത്രി സന്ദർശിച്ച് സൂപ്രണ്ടിന് നിവേദനം നൽകി. അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ടിക്കറ്റ് താഴത്തെ OP സാധാരണ കൊടുക്കുന്ന OP എടുത്തു വന്ന് ഈ മുകളിൽ 100-400 മീറ്ററോളം ഈ കയറ്റം കയറി പാവപ്പെട്ട രോഗികൾ നടന്നും വാഹനത്തിലുമായി എത്തിച്ചേർന്ന് ഡോക്ടറെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്നുകൾ പൂർണ്ണമായും ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ ലഭിക്കാത്ത മരുന്ന് താഴെ പോയി വാങ്ങേണ്ടി വരുന്നു. ആ വാങ്ങിയാൽ ആ ഡോക്ടർ വാങ്ങിയ മരുന്നിനെ ഒന്ന് പരിശോധിക്കണമെന്നൊരു ചില ഡോക്ടർമാർ, നല്ല കാര്യമാണ്, ആ കാര്യം പറയുമ്പോൾ വീണ്ടും ആ രോഗി ഇങ്ങോട്ട് കയറി വരുന്നു. അപ്പോൾ പ്രായോഗികമായ കാര്യങ്ങളെ മനസ്സിലാക്കാതെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഈ സംവിധാനങ്ങൾ എത്രയും വേഗത്തിൽ മാറ്റിക്കൊണ്ട് പറഞ്ഞാൽ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമാണ്. OP ഇവിടെ തന്നെ കൊടുത്തോട്ടെ. അപ്പോൾ വണ്ടിയിൽ വരുന്നവർക്ക് ഈസി ആയിട്ട് വരാം. OP ഇവിടെ തന്നെ കൊടുക്കട്ടെ. മറ്റ് പല കാരണങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ഇവിടെ ജില്ലാ ആശുപത്രി ആണെങ്കിൽ ഇപ്പോൾ കെട്ടിടങ്ങൾ കയറ്റി നിറഞ്ഞ് നിൽക്കുക, ആകെ കെട്ടിടങ്ങളുള്ളൂ. പക്ഷേ സൗകര്യങ്ങളോ ഡോക്ടർമാരുടെ സൗകര്യങ്ങളോ മരുന്നുകളും കാര്യമായി മരുന്നുകളും ഇല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഈ ജില്ലാ ആശുപത്രി എന്ന പേര് കേട്ട ആശുപത്രി നിൽക്കുന്നത്. PCB ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.